പാലക്കാട്ടെ വിമത കൺവെൻഷനിൽ പങ്കെടുത്ത് നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചതിന് പിന്നാലെ പി കെ ശശി CPIM-ന് പുറത്ത്. പി കെ ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള CPIM സംസ്ഥാന സമിതിയുടെ തീരുമാനം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു പ്രഖ്യാപിച്ചു. ഇന്ന് പാലക്കാട് വിമത കൺവെൻഷൻ വേദിയിൽ പങ്കെടുത്ത CPIM നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് പി കെ ശശി നടത്തിയത്. ജനകീയരായ നേതാക്കൾ ഇരുന്ന കസേരയിലാണ് ഒരു സ്പിരിറ്റ് കച്ചവടക്കാരൻ ഇരിക്കുന്നത്. അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്യണ്ടേ? ഞങ്ങൾ കാത്തിരുന്നു. ഒരു പരാതി കൊടുത്താൽ ആ പരാതിയിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നല്ലേ പ്രതീക്ഷിക്കേണ്ടത്? അങ്ങനെയല്ലേ സ്വാഭാവികമായും ചെയ്യേണ്ടത്? നടന്നോ? എത്ര പരാതി കൊടുത്തു? തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പി കെ ശശി തെളിയിച്ചാൽ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്ന് എൻ സുരേഷ് ബാബുവിന്റെ മറുപടി പ്രതികരണത്തിൽ. നിലവിൽ ഇപ്പോ പി കെ ശശിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. പി കെ ശശി എനിക്കെതിരെ പറഞ്ഞൊരു ആരോപണം നിങ്ങളിപ്പോൾ ഇവിടെ ആവർത്തിച്ചല്ലോ. എന്തെങ്കിലും അത്തരത്തിലൊരു കാര്യം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെട്ടാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം. എന്നാൽ പി കെ ശശി അതിന് തയ്യാറാവുമോ? ഞങ്ങൾ അന്വേഷിച്ച കുറേ കാര്യങ്ങളുണ്ടല്ലോ. പി കെ ശശി എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ നടപടിയെടുക്കുക, തിരിച്ചു വരിക, നടപടിയെടുക്കുക, തിരുത്തി പറഞ്ഞ് തിരിച്ചു വരിക, ഇതായിരുന്നല്ലോ. ഇങ്ങനെ ഒരാൾ പാലക്കാട് ജില്ലയിലില്ല. അത് SFI കാലം മുതൽ അങ്ങനെയാണ്. പാർട്ടിയുമായി ബന്ധം അവസാനിപ്പിച്ചെന്ന് പി കെ ശശിയും പറഞ്ഞു. ഷാരിഖ് നവാസ് പാലക്കാട് വിവരങ്ങളുമായി ചേർന്നു. ഷാരിഖ്, വിമതനല്ല വിപ്ലവകാരി എന്ന് സ്വയം വിശേഷിപ്പിച്ച് അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു പി കെ ശശി. നേരത്തെ ശശിയുടെ തീവ്രതയുമായൊക്കെ ബന്ധപ്പെട്ട് പ്രതിരോധം തീർത്ത പാർട്ടിയും പ്രതിരോധത്തിലാകുന്നു. അതിനപ്പുറത്തേക്ക് ശശിക്ക് വേണ്ടി പ്രതിരോധ കോട്ട കെട്ടിയ പാർട്ടിയിലെ നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനം. എൻ സുരേഷ് ബാബുവിനെ സ്പിരിറ്റ് കച്ചവടക്കാരനടക്കം അതിഗുരുതരമായ വാക്കുകൾ ഉപയോഗിച്ചാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്, വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇനി എന്താണ് പാലക്കാട് നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? ശശിയുടെ അടുത്ത തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ നീക്കം അതെങ്ങനെയായിരിക്കും? സുഹൈൽ, CPIM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ഉൾപ്പെടെ പാലക്കാട് ജില്ലയിലെ CPIM-ന്റെ നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് പി കെ ശശി പ്രസംഗത്തിൽ ഉന്നയിച്ചത്. അത്തരത്തിൽ എൻ സുരേഷ് ബാബു സ്പിരിറ്റ് കച്ചവടക്കാരനാണെന്നും ആ സ്പിരിറ്റ് കച്ചവടക്കാരനെ പുറത്താക്കിയാൽ മാത്രമേ പാലക്കാട്ടെ CPIM രക്ഷപ്പെടുകയുള്ളൂ എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പാലക്കാട്ടെ CPIM-ൽ ജനാധിപത്യം നഷ്ടപ്പെട്ടു, ഇപ്പോൾ വെറും പെട്ടിതൂക്കികളുടെ മാത്രം പാർട്ടിയായി മാറിയെന്നും എൻ സുരേഷ് ബാബുവിനെതിരെ പറഞ്ഞു. അതുപോലെ തന്നെ DYFI ജില്ലാ സെക്രട്ടറി പ്രസിഡന്റിനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. DYFI യൂത്ത് സെന്റർ കഞ്ചാവിന്റെയും കള്ളിന്റെയും കേന്ദ്രമായി മാറി. ഇവിടെ എത്തുന്ന യുവാക്കൾക്ക് കഞ്ചാവും കള്ളും നൽകുന്നത് DYFI ജില്ലാ സെക്രട്ടറിയും അതുപോലെ തന്നെ പ്രസിഡന്റുമാണ് ഉൾപ്പെടെയുള്ള വിമർശനം ഉന്നയിച്ചു. അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശശി എന്നൊരു ഇടപെട്ടോട് ചോദിക്കും. ശശി എന്നൊരു നേതാവാകുന്നു ഈ വിമത കൂട്ടായ്മ. അവർ വിപ്ലവകാരി എന്ന് പറയുമ്പോഴും അതൊരു പാർട്ടിയായി രൂപം കൊള്ളാനുള്ള സാധ്യതയുണ്ടോ? ഈ പറഞ്ഞതുപോലെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ശശി അവിടെ എവിടെയെങ്കിലും മത്സരിക്കാൻ സാധ്യത തെളിഞ്ഞു വരുന്നുണ്ടോ? അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിവരങ്ങളോ ഏതെങ്കിലും അനുമാനങ്ങളോ ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ? സുഹൈൽ, തീർച്ചയായിട്ടും പി കെ ശശിയോട് ഇത്തരത്തിൽ നമ്മൾ ചോദിച്ചിരുന്നു, മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. ഒറ്റപ്പാലം മണ്ഡലത്തിൽ UDF സീറ്റ് താങ്കൾക്ക് നൽകിയാൽ താങ്കൾ മത്സരിക്കുമോ എന്ന് ചോദിച്ചിരുന്നു. എന്നാൽ അത്തരത്തിൽ ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല എന്നാണ് പി കെ ശശി പറഞ്ഞത്. പക്ഷേ എന്നാൽ നമ്മൾ കോൺഗ്രസ് നേതാക്കളുമായി അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു. ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഒറ്റപ്പാലത്ത് സീറ്റുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. പി കെ ശശി വൈകാതെ ഒറ്റപ്പാലത്തെ UDF സ്ഥാനാർത്ഥിയായി മാറുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ അത്തരത്തിൽ ചർച്ച നടത്തിയതായി ശരിവെക്കുന്നത്. കോൺഗ്രസിനോട് മാത്രമല്ല മുസ്ലിം ലീഗ് നേതൃത്വവുമായും പി കെ ശശി ചർച്ച നടത്തിയിരുന്നു. UDF സ്ഥാനാർത്ഥിയായി ഒറ്റപ്പാലത്ത് പി കെ ശശി മത്സരിക്കാൻ തന്നെയാണ് സാധ്യത. അതുപോലെ തന്നെ ഈ കൂട്ടായ്മ, ജില്ലാ മാർക്സിസ്റ്റ് കൂട്ടായ്മ ഒരു രാഷ്ട്രീയത്തിലേക്ക് തന്നെ കടന്നു വരികയാണ്. അപ്പോൾ അത്തരത്തിൽ അവർ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർ മത്സര രംഗത്തേക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ UDF-ന്റെ ഭാഗമായി പി കെ ശശി പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം മണ്ഡലത്തിൽ മത്സരിക്കും. ഒറ്റപ്പാലത്ത് പി കെ ശശിക്ക് ഏറെ വേരോട്ടും അതുപോലെ തന്നെ ശശിയുടെ അനുയായികൾ ഏറെയുള്ള ഒരു മണ്ഡലം തന്നെയാണ്. ശശി അവിടെ മത്സരിച്ചാൽ UDF-ന് അത് വലിയ അനുകൂലമായി മാറുമെന്ന് തന്നെ പറയാം. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരുമ്പ, കാഞ്ഞിരപ്പുഴ തുടങ്ങിയ പഞ്ചായത്തുകളിൽ വലിയ വേരോട്ടം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ UDF-ന് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇതെല്ലാം ശശിയുടെ അനുയായികളും അതുപോലെ തന്നെ ശശിയുടെ പ്രവർത്തകരും ചേർന്നാണ് ഇത്തരത്തിൽ വലിയ നേട്ടം ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ഒറ്റപ്പാലത്ത് പി കെ ശശി
മത്സരരംഗത്തേക്ക് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തേക്ക് വരികയാണെങ്കിൽ അത് യു ഡി എഫിന് ആ സീറ്റ് തിരികെ പിടിക്കാമെന്നുള്ള തരത്തിലുൾപ്പെടെയുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒറ്റപ്പാലത്ത് ചർച്ചകൾ നടത്തി കഴിഞ്ഞു. ഈ പാലക്കാട് മാർക്സിസ്റ്റ് കൂട്ടായ്മ ഒരു മത്സരരംഗത്തേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സുഹൈൽ, നല്ല ഒറ്റപ്പാലത്ത് യു ഡി എഫിനെ ശശി ഇറങ്ങുമോ എന്നാണ് അറിയേണ്ടത്. അങ്ങനെ ഇറങ്ങിയാൽ നേരത്തെ കോൺഗ്രസ് ഒക്കെ ഉയർത്തി യു ഡി എഫ് ഒക്കെ ഉയർത്തിയ തീവ്രത ആരോപണത്തിൽ പിന്നീട് ഈ നേരത്തെ എൻ സുരേഷ് ബാബു പറഞ്ഞു വെച്ചു, വി ഡി സതീശൻ ഇനി ശശിയുടെ തീവ്രത അളക്കേണ്ടി വരുമെന്ന്. ആ രീതിയിൽ അത്തരത്തിൽ ആരോപണം പ്രത്യാരോപണങ്ങളൊക്കെ കൂടി രാഷ്ട്രീയ കേരളം കടക്കുമെന്ന കാര്യത്തിൽ സംശയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.